കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് ശബരിമല അയ്യപ്പൻ എന്നൊക്കെ പറഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മനോഭാവം എന്താണോ അത് തന്നെയാണ്. ഈ വിശ്വാസം എന്നൊക്കെ പറഞ്ഞാൽ അവരെ സംബന്ധിക്കുന്നിടത്തോളം ആചാരം ഇതൊക്കെ അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടി കാട്ടിക്കൂട്ടലുകളാണെന്ന് വളരെ കൃത്യമായി പറയേണ്ടി വരികയാണ്. അങ്ങനെ പറയാൻ കാരണം കെ.സി. വേണുഗോപാൽ ഇപ്പോൾ ശബരിമലയിൽ പോയിരിക്കുകയാണല്ലോ. കെ.സി. വേണുഗോപാലിന്റെ ശബരിമലയിൽ നിന്നുള്ള ഒരു പ്രതികരണം നിങ്ങളെ കേൾപ്പിക്കാൻ പോവുകയാണ്. അവിടെയാണ് ഞാൻ എന്തുകൊണ്ടാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മനോഭാവം, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞാൽ ഒരു പോറ്റിയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ പോറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വാസത്തിന്റെ ഏജന്റ് ആണെങ്കിൽ പോലും അദ്ദേഹം എന്ന് പറഞ്ഞാൽ വളരെ സത്യസന്ധനും ആ വിശ്വാസത്തെ വളരെ പവിത്രമായി കാണുന്ന ആളെന്നാണ് പറയുന്നത്. പക്ഷേ ആയിരുന്നു അല്ല, അയ്യപ്പന്റെ സ്വർണം വരെ കട്ടുകൊണ്ട് പോകാൻ വേണ്ടി കയറിയ കള്ളനായിരുന്നു. അയാളുടെ മനസ്സിൽ എന്ത് മാത്രമേ ഉള്ളൂ? വിശ്വാസം ആരാണ്? അവിടെ വരുന്ന വിശ്വാസികൾക്കും ഞാൻ അതിനെ നയിക്കുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഇതൊക്കെ എങ്ങനെ എൻ്റെ വീട്ടിലെത്തിക്കാമെന്നുള്ള ചിന്തയാണ്. അതിന് അദ്ദേഹത്തിന് എല്ലാ സഹായവും ചെയ്തു കൊടുത്തിരുന്ന ആരാണ്? കോൺഗ്രസ്സുകാരാണ്. അതുകൊണ്ടാണല്ലോ സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് ഈ കള്ളം പോറ്റി തന്നെ നേരിട്ട് സ്വർണം വാങ്ങിയവനെയും സ്വർണം വാങ്ങി ആന്റിക്ക് വിൽക്കുന്ന പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും കൊണ്ട് അവർക്ക് ഗിഫ്റ്റുമായി പോയത്. അവിടെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇയാൾക്ക് ശബരിമലയിൽ ഒരു വിശ്വാസവും ഇല്ല. അതുപോലെയാണ് കെ.സി. വേണുഗോപാലിന്റെ ഇന്നത്തെ പ്രതികരണം കാണുമ്പോൾ. ശബരിമല സന്നിധാനത്ത് പോയി നിൽക്കുന്ന ഒരു നല്ല ഭക്തനാണെങ്കിൽ എന്ത് ചെയ്യണം? പറയുന്ന കാര്യങ്ങൾ, ഞാൻ സന്നിധാനത്ത് നിന്നാണ് സംസാരിക്കുന്നത്, അയ്യപ്പന്റെ അടുത്ത് നിന്നാണ് സംസാരിക്കുന്നത്, ഞാൻ ഒരിക്കലും എൻ്റെ നേട്ടത്തിന് വേണ്ടി എന്ത് പറയാൻ പാടില്ല, കള്ളം പറയാൻ പാടില്ല, അല്ലെങ്കിൽ ഈ സന്നിധാനത്ത് നിന്നുകൊണ്ട് ഞാൻ പറയുന്ന വാക്കുകളെല്ലാം സത്യസന്ധമായിരിക്കണം. ഒരു യഥാർത്ഥ വിശ്വാസി ചെയ്യേണ്ടതാണ്. ഇന്ന് അദ്ദേഹത്തിന്റെ അടുത്ത് ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ചോദ്യങ്ങൾ കടന്നു വന്ന സന്ദർഭത്തിലും മറ്റൊരു ചോദ്യം കൂടി വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ മറുപടി ഒന്ന് കേട്ടെ. അത് മറ്റു സമൂഹങ്ങളുടെ നേരെയും ആക്രമണം ഉണ്ടായാൽ, ഞങ്ങൾ ക്രൈസ്തവ സമൂഹത്തിനെതിരായിട്ടുള്ള ആക്രമണം വന്നാൽ, മുസ്ലിം സഹോദരങ്ങൾക്കെതിരെ ആക്രമണം, അത് ഞങ്ങൾ പൊതുവായിട്ടും പരസ്പര വിശ്വാസവും അതുപോലെ തന്നെ ജനങ്ങളുടെ സ്നേഹവും വളർത്താൻ വേണ്ടി നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. അതുകൊണ്ട് എല്ലാ മതങ്ങളുമായിട്ടും നല്ല ബന്ധം പുലർത്തണം, എല്ലാവരുമായിട്ടും പരസ്പരം സ്നേഹം ഉണ്ടാക്കുന്നതിന്റെ കണ്ണിയായിട്ട് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നതാണ്. വർഗീയതയ്ക്കെതിരെ ശക്തമായ നിലപാട് ഇപ്പോൾ പറഞ്ഞു. SDP-യോടാണ് കോൺഗ്രസിന് സമീപനം. SDP ഞങ്ങൾക്ക് വളരെ വ്യക്തമാണല്ലോ. SDP-യും അതുപോലെ വർഗീയ സംഘടനയാണ്. ഞങ്ങൾക്ക് ആലപ്പുഴയിലെ സഖാക്കളോട് ചോദിച്ചാൽ അറിയാം. ഇന്നലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇലക്ഷൻ നടന്നു. ആ ഇലക്ഷനിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CPM ജയിച്ചത് ആരുടെ വോട്ട് വാങ്ങിച്ചിട്ടാണെന്ന് അവിടുത്തെ മാധ്യമങ്ങളെല്ലാം ഇന്ന് വാർത്ത വന്നിട്ടുണ്ട്, എല്ലാത്തിലും വന്നിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വർഗീയ ശക്തികൾ ആരായാലും ആ ശക്തികൾക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പോരാട്ടമാണ്. ഞങ്ങൾ പറയുന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ. ജമാഅത്തെ ഇസ്ലാമി ഞങ്ങളോടൊപ്പം കുടുംബം പുരോഗമന ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ പ്രതീകം ജമാഅത്തെ ഇസ്ലാമി.